ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്ലേസാണ് ചിത്രാൾ ജൈൻ ടെമ്പിൾ. ഇത് തിരുവനന്തപുരം കന്യാകുമാരി അടുത്ത് മാർത്താണ്ഡത്തിനടുത്താണ്. പാർക്കിങ്ങിന് ഏകദേശം 1.5 കിലോമീറ്ററിനടുത്ത് ഈ ടെമ്പിളിലേക്ക് നടക്കാനുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് പോലെ കരിങ്കൽ പാകിയ വഴിയാണ് പാർക്കിംഗ് മുതൽ ടെമ്പിൾ വരെ. ഈ വഴിയുടെ രണ്ട് സൈഡിലും തണലിന് വേണ്ടി മരങ്ങളൊക്കെ നട്ട് വളർത്തിയതായിട്ട് നമുക്ക് കാണാം. ഓൾസോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാനും ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയെല്ലാം നല്ല ക്ലീൻ ആട്ടോ. വേറെ പ്ലാസ്റ്റിക്കിൻ്റെയോ വേറെ വേസ്റ്റുകളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എനിക്കിവിടുത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആകർഷണമായിട്ട് തോന്നിയത് ഈ ആൽമരം കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം എനിക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്നറിയില്ല. ബട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ട് ഈ ആൽമരമായിരുന്നു കേട്ടോ. ഈ ആൽമരത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു മലയുണ്ട്. ആ മലയുടെ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നല്ല രസമല്ലേ? എന്നാൽ ഇനി നമുക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് പോയാലോ? ഇതാണ് എൻട്രൻസ്. രണ്ട് പാറയ്ക്കിടയിലൂടെ ഒരു ചെറിയ വഴിയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക്. ഇവിടുത്തെ ഓരോ വ്യൂവും നല്ല പ്രത്യേകതയാട്ടോ. ഇവിടെ വഴിയിലൂടെ ചെറിയ കരിങ്കല്ല് കൊണ്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് പ്രതിഷ്ഠയൊക്കെ കാണാം കേട്ടോ. ഇത് നാഗത്തിൻ്റെ പ്രതിഷ്ഠയാണ്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയാലോ? നല്ല ക്ലീൻ ആയിട്ടാട്ടോ ഇതിന് ചുറ്റും സൂക്ഷിച്ചേക്കുന്നത്. നല്ല മരങ്ങളും ഫ്രണ്ടിലൊരു ചെറിയ കുളവും പാറയും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. 4:30 നട അടയ്ക്കും. അമ്പലത്തിനകത്ത് വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ. വർത്തമാന മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും പത്മാവതിയുടെയും പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. പത്മാവതിയുടെ പ്രതിഷ്ഠ ഉള്ളതിനാലാണ് ഭഗവതി കോവിലായി ഇത് അറിയപ്പെടുന്നതെന്നും അതല്ല തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തിയെന്നും ഇവിടെ അഭിപ്രായങ്ങളുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ. നല്ല ക്ലീൻ ആട്ടോ. എനിക്ക് അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പോയിൻ്റായിട്ട് തോന്നിയത്. തണലിനായിട്ട് കുറേ മരങ്ങളുണ്ട്. എനിക്ക് പൊതുവെ ഇതുപോലെയുള്ള ഏരിയാസ് ഭയങ്കര ഇഷ്ടമാണ്.
ലൈക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന പോലെ ഒരു ഫീല് എനിക്കിവിടെ നിന്ന് നന്നായിട്ട് ഫീലായി. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ കാണാം. അപ്പോൾ ഇതാണ് കുളത്തിലേക്കുള്ള വഴി. ഞാനിവിടെ പോയത് മോർണിംഗ് ടൈമായിരുന്നു, ഒരു 10-11 ടൈമിലായിരുന്നു. അതിൻ്റേതായിട്ടുള്ള വെയിലുണ്ടായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. ഇവിടെ അമ്പലവും കുളവും പാറയും ഇതാണ് ആദ്യത്തെ ഇവിടുത്തെ ഒരു വൈബ്. ഓക്കെ, ഇനി നമുക്ക് ജെയിൻ ടെമ്പിളിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. ഇവിടെ ഭയങ്കരമായിട്ട് ശില്പങ്ങൾ പാറയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെയും അങ്ങനെ കുറേ ശില്പങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിലൂടെ കേട്ടോ ജെയിൻ ടെമ്പിളിലേക്ക് പോകാൻ പറ്റുന്നത്. ഇതാണ് ജെയിൻ ടെമ്പിൾ. ഇവിടുത്തെ ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ സൺസെറ്റ് നല്ല രസമാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് അങ്ങനെ ജെയിൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റ ബൈ.